Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. കടൽ മണൽ ഖനനത്തിനെതിരെ പ്രതിഷേധമുയർത്തി വിവിധ സംഘടനകളുടെ ഏകോപന സമിതി നടത്തിയ തീരദേശ ഹർത്താൽ മത്സ്യവ്യാപാര മേഖലയെ നിശ്ചലമാക്കി. ചെറുവത്തൂർ, മടക്കര ഉൾപ്പെടെ കാസർഗോഡ് ജില്ലയിലെ തുറമുഖങ്ങളും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളും ഹർത്താലിനെ തുടർന്ന് അടഞ്ഞുകിടന്നു. പഴയങ്ങാടി മുട്ടുകണ്ടി പുഴയോരത്ത് നിന്ന് പഞ്ചായത്ത് അധികൃതർ JCB ഉപയോഗിച്ച് പിഴുതുമാറ്റിയ കണ്ടൽക്കാടുകൾ പുഴയിൽ തന്നെ തള്ളിയത് മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതം സൃഷ്ടിക്കുന്നു. അടിയന്തിരമായി ഇവ മാറ്റണമെന്ന ആവശ്യവുമായി മത്സ്യത്തൊഴിലാളികൾ രംഗത്ത്. ചീമേനി തുറന്ന ജയിൽ വളപ്പിൽ പലയിടത്തും കമ്പിവേലികൾ തകർന്ന് സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമാകുന്നു. ജയിലിൽ നിന്ന് പുറത്തു കടക്കുവാനും ജയിൽ വളപ്പിലേക്ക് കയറുവാനും എളുപ്പത്തിൽ സാധിക്കുന്ന നിലയിലാണ് ജയിലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഓട്ടിസം ബാധിതരായ വിദ്യാർത്ഥികൾക്കായി ഓട്ടിസം പാർക്ക് നിർമ്മിച്ചു നൽകി. പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1978-79 SSLC ബാച്ച് കൂട്ടായ്മയായ ഓട്ടോഗ്രാഫാണ് പാർക്ക് നിർമ്മിച്ചു നൽകിയത്. ടി മധുസൂദൻ MLA പാർക്ക് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കടൽ മണൽ ഖനനത്തിനെതിരെ പ്രതിഷേധമുയർത്തി വിവിധ സംഘടനകളുടെ ഏകോപന സമിതി നടത്തിയ തീരദേശ ഹർത്താൽ മത്സ്യവ്യാപാര മേഖലയെ നിശ്ചലമാക്കി. ചെറുവത്തൂർ, മടക്കര ഉൾപ്പെടെ കാസർഗോഡ് ജില്ലയിലെ തുറമുഖങ്ങളും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളും ഹർത്താലിനെ തുടർന്ന് അടഞ്ഞുകിടന്നു. 24 മണിക്കൂർ തീരദേശ ഹർത്താലിൽ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മുതൽ ചെറുവത്തൂർ, മടക്കര വരെയുള്ള തുറമുഖങ്ങളും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളും ഉൾപ്പെടെയാണ് നിശ്ചലമായത്. കാസർഗോഡ് ജില്ലയിൽ 15,000-ൽ പരം മത്സ്യത്തൊഴിലാളികളും 3,000-ഓളം ചെറുബോട്ടുകളും മത്സ്യബന്ധന യാനങ്ങളും ഉൾപ്പെടെ തൊഴിൽ ഉപേക്ഷിച്ച് ഹർത്താലിന്റെ ഭാഗമായി. തീരദേശ മേഖല നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളിയായ കടൽമണൽ ഖനനത്തിനെതിരെ മത്സ്യമേഖലയിലുള്ളവർ മാത്രമല്ല അനുബന്ധ മേഖലയിലുള്ളവരും ഹർത്താലിന്റെ ഭാഗമായി. ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ച തീരദേശ ഹർത്താൽ ജില്ലയിൽ വൻ വിജയമായതും തുറമുഖം, ഫിഷ് ലാൻഡിംഗ് സെന്റർ, മത്സ്യബന്ധന തൊഴിലാളികൾ, ബോട്ടുകൾ, ചെറുതോണികൾ, ഫൈബർ വള്ളങ്ങൾ, കുറ്റിവല തൊഴിലാളികൾ, മൊത്തവ്യാപാരികൾ, ചെറുകിട വ്യാപാരികൾ എന്നീ മേഖലകളൊക്കെയും സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതായും മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളെ തീരദേശ ഖനനവുമായി ബന്ധപ്പെട്ട് കടലിലെ ഖനനങ്ങളുമായി ബന്ധപ്പെട്ട് ബ്ലൂ എക്കണോമി നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കാടൻ നയത്തിനെതിരെ സംയുക്ത സമരസമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന തീരദേശ ഹർത്താൽ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പരിപൂർണ വിജയമാണ്, 100% വിജയമാണ്. ഈ മണലിങ്ങനെ എടുക്കുന്തോറും കടൽ മാത്രമല്ല താഴൽ അതിൻ്റെ കര കൂടി ഇടിഞ്ഞ് താഴോട്ട് പോകും. അത് വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാവും എന്നാണ് ശാസ്ത്രീയമായി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തൊഴിലാളികൾ ഈ സമരത്തെ ഏറ്റെടുത്തു. ജില്ലാ ചെയർമാൻ KK ബാബു, കൺവീനർ കാറ്റാടി കുമാരൻ, റഷീദ് പൂമാടം, പ്രദീപ് തുരുത്തി, CA അമ്പാടി, മുത്തൽ കണ്ണൻ, CK മുസ്തഫ, PV രാജു, KV മുരളി, PK മുകുന്ദൻ എന്നിവർ ഹർത്താലിന്റെ ഭാഗമായി മടക്കര തുറമുഖത്തെത്തി. പഴയങ്ങാടി മുട്ടുകണ്ടി പുഴയോരത്ത് നിന്ന് പഞ്ചായത്ത് അധികൃതർ JCB ഉപയോഗിച്ച് പിഴുതുമാറ്റിയ കണ്ടൽക്കാടുകൾ പുഴയിൽ തന്നെ തള്ളിയത്
മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതം സൃഷ്ടിക്കുന്നു. ഇവ അടിയന്തിരമായി മാറ്റണമെന്ന ആവശ്യവുമായി മത്സ്യത്തൊഴിലാളികൾ രംഗത്ത്. കണ്ടൽക്കാടുകൾ പിഴുതുമാറ്റിയതും പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഏഴോം പഞ്ചായത്ത് ഇടപെട്ടാണ് പുഴയോരം ശുചീകരിക്കുന്നതിന്റെ ഭാഗമായി കണ്ടൽക്കാടുകൾ വെട്ടിവൃത്തിയാക്കിയത്. എന്നാൽ ഇവ പുഴയിൽ തന്നെ ഉപേക്ഷിച്ചത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയാസമുണ്ടാക്കുകയാണ്. ഇപ്പോൾ ഇവർക്ക് പുഴയിലേക്ക് ഇറങ്ങാനും മറ്റും സാധിക്കുന്നില്ല. ഒപ്പം മാലിന്യങ്ങളും മറ്റും ഇവിടെ അടിഞ്ഞുകൂടുന്ന അവസ്ഥയുമുണ്ട്. കണ്ടൽക്കാടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിലാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ കുരുങ്ങിക്കിടക്കുന്നത്. ഇത് പുഴയിലെ മത്സ്യസമ്പത്തിനെയും ബാധിക്കാൻ സാധ്യതയേറെയാണ്. ആ റോഡ് സൈഡിൽ നേരത്തെ ഉണ്ടായ ചുള്ളിക്കണ്ടലും ഉപ്പൂറ്റിയും കണ്ടൽക്കാടും ഇങ്ങനെ 3 തരത്തിലുള്ള കണ്ടൽ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം അവിടെ നിന്ന് മുറിച്ച് മാറ്റിയിട്ട് നശിപ്പിച്ചു. അത് ഉണങ്ങിയിട്ട് അത് റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ മത്സ്യം പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വല കൊടുങ്ങുകയും നമുക്ക് നേരത്തെ ഉണ്ടായ മത്സ്യങ്ങൾ അവിടെ വന്ന് മുട്ടിയിടുകയും ചെയ്യുന്ന അങ്ങനെയുള്ള മത്സ്യങ്ങളെല്ലാം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി അങ്ങ് പോകും. കാരണം അവിടെ നിന്ന് നശിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്ന്. ആ കണ്ടലിൻ്റെ അടിയിലുണ്ടാവുന്ന ഒരുപാട് ജീവികളുണ്ട്. ആ ജീവികളും അവിടെ നിന്ന് നശിച്ചു പോകും. അപ്പം നമ്മുടെ ഈ സൈഡിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാ ചെടികളും നശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നിലനിർത്തണം. അപ്പം നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല. റോഡിനെ ബാധിക്കുകയും ചെയ്യും. നമ്മുടെ മത്സ്യസമ്പത്തിനെ വരെ ഈ കണ്ടൽക്കാട് നശിപ്പിച്ചു കഴിഞ്ഞാൽ ബാധിക്കും. അപൂർവ ഇനം കണ്ടൽ ചെടികൾ കാണപ്പെടുന്ന പ്രദേശം കൂടിയാണ് ഏഴോം. കണ്ടൽക്കാടുകളെ സംരക്ഷിക്കണമെന്നും ഒപ്പം വെട്ടിമുറിച്ച കണ്ടൽക്കാടുകൾ പുഴയിൽ നിന്നും മാറ്റാനുള്ള നടപടികൾ വേണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചീമേനി തുറന്ന ജയിൽ വളപ്പിൽ പലയിടത്തും കമ്പിവേലികൾ തകർന്നത് സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമാകുന്നു. ജയിലിൽ നിന്ന് പുറത്തു കടക്കുവാനും ജയിൽ വളപ്പിലേക്ക് കയറുവാനും എളുപ്പത്തിൽ സാധിക്കുന്ന നിലയിലാണ് ജയിലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. 308 ഏക്കർ വിസ്തൃതിയുള്ള സ്ഥലമാണ് ചീമേനി ജയിൽ വകുപ്പിന്റെ കൈവശമുള്ളത്. ഇവിടെ കമ്പിവേലി തീർത്താണ് ജയിലിന് സുരക്ഷ ഒരുക്കിയിരുന്നത്. പലയിടത്തും കമ്പിവേലി നശിച്ചിരിക്കുകയാണ്. ഇത് പുനഃസ്ഥാപിക്കാൻ നടപടിയുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജയിലിൽ നിന്ന് പുറത്തു കടക്കാനും ജയിൽ വളപ്പിലേക്ക് കയറുവാനും എളുപ്പത്തിൽ കഴിയുന്ന അവസ്ഥയാണുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് ജയിൽ വളപ്പിന് ചുറ്റുമതിൽ സ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. ജയിലിലെ ക്വാറികളിലുള്ള കല്ലുകൾ ഉപയോഗിച്ച് തടവുകാരെ കൊണ്ട് മതിൽ നിർമ്മിക്കുവാനായിരുന്നു തീരുമാനം. എന്നാൽ 1 കിലോമീറ്റർ ദൈർഘ്യത്തിൽ മാത്രമാണ് മതിൽ നിർമ്മിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാത്തിൽ ചൂരലിലെ ചകിരി കമ്പനിയിൽ തീപിടുത്തമുണ്ടായി. ചൂരലിലെ സെന്റ് മേരീസ് ഡീഫൈബറിംഗ് ഇൻഡസ്ട്രിയിലാണ് തീപിടുത്തമുണ്ടായത്. 8 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മാത്തിൽ ചൂരലിലെ ചകിരി കമ്പനിയിൽ വൻ തീപിടുത്തം. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ ചൂരലിലെ സെന്റ് മേരീസ് ഡീഫൈബറിംഗ് ഇൻഡസ്ട്രീസിലാണ് തീപിടുത്തമുണ്ടായത്. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് തീപിടുത്തമുണ്ടായതെന്ന് കരുതുന്നു. ശിവരാത്രിയായിരുന്നതിനാൽ ക്ഷേത്രത്തിൽ പോയി വരുന്നവരാണ് തീ പടരുന്നത് ആദ്യം കണ്ടത്. ഇവർ അറിയിച്ചതിനെ തുടർന്ന് പെരിങ്ങോം, പയ്യന്നൂർ ഫയർ സ്റ്റേഷനുകളിൽ നിന്ന് ജീവനക്കാരെത്തി നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് തീ കെടുത്തിയത്. 5 മണിക്കൂറോളം നീണ്ട ശ്രമകരമായ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് തീ അണയ്ക്കാൻ സാധിച്ചത്. 8 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പെരിങ്ങോം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. പാടിയോട്ടുചാൽ സ്വദേശി നജീബിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കമ്പനി. ഇന്നലെ ഈ ആലപ്പടമ്പ് ചൂരൽ എന്ന പ്രദേശത്തിൽ ഫാക്ടറിയിൽ ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഇവിടെ നാശനഷ്ടം സംഭവിച്ചത്. ഈ തീയെന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങളോ ഇവരൊന്നും കണ്ടിട്ടൊന്നുമില്ല. തെക്ക് ഭാഗത്തുനിന്നാണ് തീ വന്നത്. അപ്പോൾ ഏകദേശം ഒരു 10-12 ലക്ഷം റുപ്യോളം നഷ്ടം വന്നിട്ടുണ്ട്. ഇവിടെ ഒരു 10 പണിക്കാരും പിന്നെ കൂടാതെ പിന്നെ ഒരു 10-15 പണിക്കാർ ഇവിടെ വരുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1978-79 SLC വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഓട്ടോഗ്രാഫ് സ്കൂളിലെ ഓട്ടിസം ബാധിതരായ വിദ്യാർത്ഥികൾക്കായി ഓട്ടിസം പാർക്ക് നിർമ്മിച്ചു നൽകി. ടി. മധുസൂദനൻ MLA പാർക്ക് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1978-79 SSLC വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഓട്ടോഗ്രാഫ് സ്കൂളിലെ ഓട്ടിസം ബാധിതരായ വിദ്യാർത്ഥികളുടെ മാനസികോല്ലാസത്തിനായി ഓട്ടിസം പാർക്ക് നിർമ്മിച്ചു നൽകി. സ്കൂൾ BRC അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ടി. മധുസൂദനൻ MLA ഓട്ടിസം പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യം നമ്മുടെ BRCയുടെ ഭാഗമായിട്ട് തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. നല്ല പരിശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുക.
പയ്യന്നൂരിനുള്ള ഏറ്റവും വലിയ ഒരു വിഷമകരമായിട്ടുള്ളൊരു കാര്യം, ഏതെങ്കിലും ഒരു സമയത്ത് കുടുംബസമേതം എല്ലാവരും വിവിധങ്ങളായിട്ടുള്ള പ്രയാസങ്ങൾ നേരിടുന്ന കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തി ആഹ്ലാദപൂർവ്വം കുറച്ച് മണിക്കൂറുകൾ ചെലവഴിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു സൗകര്യം ഇപ്പോൾ പയ്യന്നൂരിലില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഓട്ടോഗ്രാഫ് പ്രസിഡന്റ് അശോകൻ പി കെ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഓട്ടോഗ്രാഫ് സെക്രട്ടറി കെ വി ജനാർദ്ദനൻ, 18-ാം വാർഡ് കൗൺസിലർ മണിയറ ചന്ദ്രൻ, പയ്യന്നൂർ AKS GVHSS പ്രിൻസിപ്പൽ MB സതീഷ് കുമാർ, പയ്യന്നൂർ VHC പ്രിൻസിപ്പൽ ബിന്ദു CK, പയ്യന്നൂർ AEO ജ്യോതിബാസു TV, BRC പ്രൊജക്ട് കോർഡിനേറ്റർ ഉമേഷ് MV, പയ്യന്നൂർ AKS GVHSS ഹെഡ് മിസ്റ്റേഴ്സ് ശ്രീലത K, VHC NSS പ്രോഗ്രാം ഓഫീസർ നിഷ PP, M ചന്ദ്രൻ, ഷീജ സുരേഷ്, PP സദാശിവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന ഡെലീഷ്യസ് സ്റ്റേഷനറി കടയിൽ തീ പിടിച്ചു. രാവിലെ കട തുറന്നു നോക്കിയപ്പോഴാണ് തീപിടുത്തമുണ്ടായത് ശ്രദ്ധയിൽപ്പെട്ടത്. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന ഡെലീഷ്യസ് സ്റ്റേഷനറി കടയിലാണ് തീപിടുത്തമുണ്ടായത്. രാവിലെ കട തുറന്നു നോക്കിയപ്പോഴാണ് തീപിടിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത്. കടയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നോട്ട് പുസ്തകങ്ങളും മിഠായികളും അലമാരയിലും മേശയിലുമായി സൂക്ഷിച്ച പണവും രേഖകളും ഫർണിച്ചറുകളും അടക്കം കത്തിനശിച്ചിട്ടുണ്ട്. ഏകദേശം 1 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കടയുടമ പി വിനോദ് പറഞ്ഞു. രാവിലെ ഒരു 8:30 സാധാരണ തുറക്കാൻ വന്നതാണ്. അപ്പോൾ തുറക്കാൻ തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഭയങ്കര ചൂട് കണ്ടു. അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടില്ല. എന്നാൽ വൈകുന്നേരം 6 മണിക്ക് ഇവിടെ ക്ലോസ് ചെയ്ത് പോയതാണ്. അന്നേരം ഒരു കുഴപ്പമില്ലായിരുന്നില്ല. അപ്പോൾ രാവിലെ വരുമ്പോൾ അത് കണ്ടത്. അപ്പോൾ ഇവിടെ ഈ സൈഡിലാണ് ഇങ്ങനെ കൂടുതൽ കത്തിരിയാണെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഈ സൈഡെല്ലാം മറ്റേ ഇവിടെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്തില്ല. പക്ഷെ എന്നാൽ ഇവിടെല്ലാം സാധനങ്ങൾ കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട്. ഇവിടെ സാധനം പക്ഷേ ഓൾറെഡി കറണ്ട് ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്ലഗ് ഉണ്ട്. അതിന് ഷോർട്ട് സർക്യൂട്ടാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അതിപ്പം അങ്ങനെ ഒരു ഇപ്പോൾ കറണ്ട് ഉണ്ടാവില്ല. കറണ്ട് ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഇവിടെ ഒരു എയർഫോഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്താ പറ്റിയെന്ന്. പക്ഷേ സംഭവം ഇങ്ങനെ നല്ല വിധത്തിൽ ഒരുപാട് സാധനങ്ങൾ പോയിട്ടുണ്ട്. കുറച്ച് വലിയ നഷ്ടം വരുന്നുണ്ട്. ഇവിടെ ഈ ഫർണിച്ചറും കാര്യങ്ങളും ഇതൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ പ്രൂഫ്, ലൈസൻസ്, ഫുഡ് സേഫ്റ്റിൻ്റെ പേപ്പർ എല്ലാം പോയിട്ടുണ്ട്. കടയുടമകളിൽ ഒരാളായ പി വിനോദ് പരിയാരം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കല്യാശ്ശേരിയിലെ സമ്പൂർണ്ണ മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന നാട്ടുപച്ച പദ്ധതിക്ക് തുടക്കമായി. നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കല്യാശ്ശേരിയെ സമ്പൂർണ്ണ മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്താക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന നാട്ടുപച്ച പദ്ധതിക്ക് തുടക്കമായി. ഇരണാവ് അനാംകോവലിൽ നടന്ന ബ്ലോക്ക് തല ഉദ്ഘാടനം നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ നിർവഹിച്ചു. ഇങ്ങനെയുള്ള ഓരോ വാർഡുകളും മാതൃകാ വാർഡുകളായി മാറിയാൽ മാത്രമേ കേരളം എന്ന നിലയിൽ കേരളത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റൂ. ഇപ്പോൾ നമ്മൾ പുറത്ത് കാണുമ്പോൾ വളരെ ഗംഭീരമാണ്. ഇവിടെ തന്നെ നോക്കിയാൽ നല്ല ടാറിയുടെ റോഡുണ്ട്. വീടുകളൊക്കെ മനോഹരമായ വീടുകളാണ്. എല്ലാവരും നല്ല ഉപ്പായും ഡ്രസ്സൊക്കെ ഇട്ട് ഗംഭീരമായി നടക്കുന്നു. വലിയ വിഷയങ്ങളൊന്നും പുറത്തുനിന്ന് നോക്കുന്നവർക്കൊന്നും തോന്നുന്നില്ല. പക്ഷെ കേരളം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു സംസ്ഥാനം അനുഭവിക്കുന്നത് പോലെ ഇത്രയധികം പ്രതിസന്ധി അനുഭവിക്കുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഇനി വേറെ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതിലും അങ്ങനെ ഒരു അന്വേഷണം നടത്തുമ്പോഴാണ് മൂക്കത്ത് കൈവച്ചിട്ട് പറഞ്ഞു പോവുക. കേരളം അകപ്പെടുന്ന പ്രതിസന്ധി അത് റഷ്യയിലെ ഫണ്ടില്ലായ്മ മാത്രമല്ല, അതിനപ്പുറത്ത് ഓരോ കുടുംബവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷനായി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K സുനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരിപാടിയിൽ ഹരിതകർമ്മസേനാംഗങ്ങളെ ആദരിച്ചു. നാട്ടുപച്ച പദ്ധതിയുടെ ലോഗോ പ്രകാശനം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് D വിമല നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K പ്രീത, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് P ഗോവിന്ദൻ, ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T നിഷ, T ചന്ദ്രൻ, M ബാലകൃഷ്ണൻ, സംഘാടക സമിതി ചെയർമാൻ K സുധാകരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പരിയാരത്ത് ആധുനിക രീതിയിലുള്ള കൺവെൻഷൻ സെന്റർ നിർമ്മിക്കുവാൻ തീരുമാനം. ഇതിനായി സർക്കാർ ബഡ്ജറ്റിൽ 1 കോടി രൂപ അനുവദിച്ചതായി M വിജിൻ MLA അറിയിച്ചു.
പരിയാരത്ത് ശ്രീസ്റ്റാർ റോഡരികിൽ ചെറുതാഴം പഞ്ചായത്തിൽ ഉൾപ്പെട്ട റവന്യൂ ഭൂമിയിലാണ് ആധുനിക നിലയിലുള്ള കൺവെൻഷൻ സെന്റർ നിർമ്മിക്കാൻ സർക്കാർ തീരുമാനമായത്. എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനായി MLAയും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരും സ്ഥലം സന്ദർശിച്ചു. 70 സെന്റ് സ്ഥലത്താണ് ആധുനിക നിലവാരത്തിലുള്ള കൺവെൻഷൻ സെന്റർ നിർമ്മിക്കുന്നത്. കലാസാംസ്കാരിക പരിപാടികളും വിവാഹങ്ങളും ഉൾപ്പെടെ നടത്താൻ സാധിക്കുന്ന വിധത്തിലാണ് രൂപകൽപ്പന ചെയ്യുന്നത്. 1000 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യവും ഗ്രീൻ റൂം, വാഹന പാർക്കിംഗ് സൗകര്യവും ഗാർഡനിങ്ങും ഉൾപ്പെടുന്നതാണ് കൺവെൻഷൻ സെന്റർ. ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതിനാൽ പദ്ധതി യാഥാർത്ഥ്യമായാൽ പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുമെന്നാണ് കരുതുന്നത്. നിർമ്മാണത്തിനായി സർക്കാർ ബഡ്ജറ്റിൽ 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് M. വിജിൻ MLA പറഞ്ഞു. പരിയാരത്ത് റവന്യൂ കൈവശമുള്ള ഈ സ്ഥലം നേരത്തെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പൊതു ആവശ്യത്തിന് വേണ്ടി സർക്കാർ മാറ്റിവെച്ചതാണ്. ആ പ്രദേശത്ത് ഇപ്പോൾ കാട് മൂടിക്കിടക്കുന്ന സാഹചര്യമാണ്. നേരത്തെ ചില പദ്ധതികൾ നമ്മൾ ഇവിടെ ആലോചിച്ചിരുന്നു. പക്ഷേ അതൊന്നും പിന്നീട് സാമ്പത്തികമായ ചില കാരണങ്ങളാൽ നടക്കപ്പെടാതെ പോവുകയാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ 1 കോടി രൂപയാണ് ശ്രീ KN ബാലഗോപാൽ ആദ്യമായി ഈ പ്രൊജക്റ്റിന് ഇപ്പോൾ ഈ പരിയാരത്ത് ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയവും ഗാർഡൻ സംവിധാനം ഉൾപ്പെടെ അതിമനോഹരമായ രീതിയിൽ നമ്മുടെ പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു അത്യാധുനികമായ സംവിധാനത്തിനാണ് ഇപ്പോൾ പ്ലാനിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടം 1 കോടി രൂപ പാസ്സായി. എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിന് ശേഷം ആവശ്യമായ തുക കൂടി വകയിരുത്തി വളരെ വേഗതയിൽ തന്നെ ഈ പദ്ധതി തുടങ്ങാൻ ആവശ്യമായ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥയായ K. സവിത, പഞ്ചായത്ത് അംഗം TV. ഉണ്ണികൃഷ്ണൻ, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ MV. മഹേഷ് കുമാർ തുടങ്ങിയവരും MLAക്കൊപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. നെൽകൃഷി പലപ്പോഴും കർഷകന് മടക്കി നൽകുന്നത് വലിയ നഷ്ടം തന്നെയാണ്. അതിനാൽ വൈക്കോലും കൂടി വിറ്റാലേ കർഷകർക്ക് ആ നഷ്ടം നികത്താൻ സാധിക്കുകയുള്ളൂ. പല പാടശേഖരങ്ങളിലും വൈക്കോൽ റോൾ വിൽപ്പനയ്ക്ക് തയ്യാറായി കഴിഞ്ഞു. കൊയ്ത്തു കഴിഞ്ഞ് പാടങ്ങൾ ഒഴിഞ്ഞതോടെയാണ് വൈക്കോലിന് ആവശ്യക്കാരേറുന്നത്. കൊയ്ത്തു കഴിഞ്ഞ് പാടങ്ങൾ ഒഴിഞ്ഞതോടെ വൈക്കോലിന് ആവശ്യക്കാരെത്തി തുടങ്ങി. ഇതോടെ വൈക്കോലിന് ഡിമാൻഡ് ഏറുന്നു. കാലാവസ്ഥ അനുകൂലമായി വ്യാപകമായി കൊയ്ത്തു കഴിഞ്ഞതോടെയാണ് വൈക്കോലിന് ആവശ്യക്കാർ എത്തിത്തുടങ്ങിയത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി ഒട്ടേറെ പേർ നെല്ലിനും വൈക്കോലിനുമായി കൊയ്ത്തു നടക്കുന്ന പാടങ്ങളിൽ എത്തിച്ചേരുന്നുണ്ട്. നെൽകൃഷിയിൽ വലിയ ലാഭമില്ലെന്നും വൈക്കോലും കൂടി വിറ്റാലേ നഷ്ടം നികത്താൻ സാധിക്കുകയുള്ളൂവെന്നും കാങ്കോൽ താഴെക്കുറുന്തിലെ കലഞ്ചിറ പാടശേഖരത്തിലെ കർഷകനായ പത്മനാഭൻ പറയുന്നു. അപ്പോൾ വൈക്കോലൊക്കെ ഇപ്പോൾ ചെണ്ട പുല്ലാക്കി വെച്ചിട്ട് ഇപ്പം കണ്ടത്തിൽ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്. ആവശ്യക്കാർ അത് വന്നിട്ട് പിന്നെ അടുത്ത സീസണിലേക്ക് വേണ്ടി വാങ്ങി സ്റ്റോക്ക് ചെയ്യാവുന്നതാണ്. അപ്പം വയലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുല്ല് കിട്ടാനുണ്ട്. കളഞ്ഞിറ പാടശേഖര പരിധിയിലേക്ക് വന്ന് പുല്ല് വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ കർഷകർക്ക് ഒരു വലിയ സൗകര്യമായിരിക്കും. ഇഷ്ടംപോലെ പുല്ല് കിട്ടുന്ന സമയമാണ്. പക്ഷെ മഴ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പുല്ല് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കച്ചവടക്കാരേക്കാൾ കൂടുതലായി എത്തുന്നത് ജോലിക്കാരും വീട്ടുകാരുമാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ളവർ പോലും ആവശ്യക്കാരായി എത്തുന്നുണ്ട്. കാലിത്തീറ്റയ്ക്ക് അടിക്കടിയുണ്ടാകുന്ന വിലവർദ്ധനവിൽ പൊറുതിമുട്ടിയ ക്ഷീരമേഖലയിലുള്ള കർഷകരാണ് വൈക്കോൽ തേടി എത്തുന്നവർ. മിക്ക പാടശേഖരങ്ങളിൽ നിന്നും ക്ഷീരകർഷകർ വാഹനത്തിൽ വൈക്കോൽ റോൾ കയറ്റുന്നത് കാണാം. കൊയ്ത്ത് യന്ത്രം ഉപയോഗിച്ച് റോളുകളാക്കുന്ന വൈക്കോലിനാണ് ആവശ്യക്കാർ കൂടുതൽ. 20 കിലോ വരുന്ന ഒരു വൈക്കോൽ റോളിന് 240 മുതൽ 250 രൂപ വരെ വിലയുണ്ട്. ഇടനിലക്കാരും രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ജാതിമത ഭേദമന്യേ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് ഒരു തണലായി മാറി പയ്യന്നൂർ പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് പാലിയേറ്റീവ് ഹോം കെയർ യൂണിറ്റ്. ഒറ്റപ്പെട്ടു പോയവരുടെ സംരക്ഷണത്തിനായുള്ള ധനശേഖരണാർത്ഥം ഹോം കെയർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈന്തപ്പഴ ചലഞ്ച് നടത്തി. ജാതിമത ഭേദമന്യേ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് ഒരു തണലായി മാറിയിരിക്കുകയാണ് ഹോസ്പീസ് പാലിയേറ്റീവ് ഹോം കെയർ യൂണിറ്റ്. യൂണിറ്റിന്റെ ധനസമാഹരണത്തിന്റെ ഭാഗമായി ഈത്തപ്പഴ ചലഞ്ച് നടത്തി. ചലഞ്ചിനായി ഫറൂഖ് മെട്രോ, ഫായിസ് കവായി എന്നിവർ നേതൃത്വം നൽകി. സ്വന്തം വീടുകളിൽ എല്ലാവരാലും അവഗണിക്കപ്പെട്ട് കഴിയുന്ന കിടപ്പ് രോഗികളെ അവർക്ക് വേണ്ട രീതിയിലെ ചികിത്സയും മരുന്നും ഒക്കെ കൊടുത്തുകൊണ്ടാണ് പരിപാലനം നടത്തി വരുന്നത്. ജാതിമത കക്ഷി രാഷ്ട്രീയ പരിഗണന കൂടാതെ രോഗികളാണെങ്കിൽ അവർക്ക് വേണ്ട സഹായം എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ജാതിമത ചിന്ത ഇല്ലാതെയാണ് പ്രവർത്തനം നടത്തി വരുന്നത്. വീടുകളിൽ ചെന്ന് പരിപാലിക്കുന്നത് മാത്രമല്ല, കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ കട്ടിൽ, അതുപോലെ തന്നെ ഓക്സിജൻ കോൺസെൻട്രേഷൻ മെഷീൻ, മറ്റ് വീൽ ചെയറുകൾ, അങ്ങനെ ഒരു രോഗിക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് ആ ഉപകരണങ്ങളൊക്കെ തന്നെ ആവശ്യമായ വീടുകളിൽ
സൗജന്യമായി എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനവും ഈ പൂക്കോയത്തങ്ങൾ ഹോസ്പിസിൻ്റെ കീഴിൽ നടന്നു വരികയാണ്. വളരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് നാട്ടുകാരിൽ നിന്നും എല്ലാവരും നമുക്ക് ലഭിച്ചു വരുന്നത്. പയ്യന്നൂർ പെരുമ്പയിൽ പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ പെരുമ്പയിൽ 80% വിലക്കുറവിൽ മരുന്നുകൾ ലഭ്യമാകുന്ന പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. പെരുമ്പ KSRTC ബിൽഡിംഗിൽ BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി ജൻ ഔഷധിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജനൌഷധി എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു വലിയ ആധുനിക ആരോഗ്യ വിപ്ലവമായി ഇന്ത്യയിൽ പടർന്നു പന്തലിക്കുകയാണ്. കേരളത്തിൽ മാത്രം 1100ഓളം ജനൌഷധി മെഡിക്കൽ ഷോപ്പുകൾ ആരംഭിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ രാജ്യവ്യാപകമായി വളർന്ന് വികസിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം ജനൌഷധി പ്രൊപ്പറേറ്റർ വീണ പുരുഷോത്തമൻ, BJP നേതാക്കളായ ശ്രീനാഥ്, പനക്കിൽ ബാലകൃഷ്ണൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. റംസാനെ വരവേൽക്കാൻ ഡ്രൈ ഫ്രൂട്ട് ധമാക്ക 2025. പയ്യന്നൂർ പെരുമ്പയിൽ SP ട്രേഡിംഗ് കമ്പനിയുടെ നേതൃത്വത്തിലാണ് ഡ്രൈ ഫ്രൂട്ട് ധമാക്ക 2025 ആരംഭിച്ചത്. വ്യാഴാഴ്ച മുതൽ 3 ദിവസമാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഫെസ്റ്റ് നടക്കുക. SP ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കീഴിലുള്ള SP ട്രേഡിംഗ് കമ്പനിയുടെ നേതൃത്വത്തിലാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. പൊതുജനങ്ങൾക്കിടയിൽ ഡ്രൈ ഫ്രൂട്ട്സിന്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നതിന്റെ ഭാഗമായാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. പയ്യന്നൂർ DYSP K വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കാണുന്ന അത്ര രീതിയിലുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ശേഖരം എവിടെയും ഞാൻ എൻ്റെ ശ്രദ്ധയപ്പെട്ടില്ല. പക്ഷേ ഇവിടെ പുതിയതായി നല്ലൊരു സംരംഭമാണ് തുടങ്ങിയിരിക്കുന്നത്. അതിനോട് മുന്നോടിയായി തന്നെ അതിൽ മുന്നൊരുക്കമെന്നുള്ള നിലയിലാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് തോന്നുന്നു. എങ്കിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത്തരം ഒരു സംരംഭം SP സ്റ്റോഴ്സിൻ്റെ കീഴിൽ നേതൃത്വത്തിൽ നടത്തുന്നത് വൻ വിജയമായി തീർച്ചയായിട്ടും മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്തറിയിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ, ചേംബർ സെക്രട്ടറി V നന്ദകുമാർ, നഗരസഭാ കൗൺസിലർ ഇക്ബാൽ പോപ്പുലർ, AFC മുജീബ്, അറക്കൽ മുജീബ്, ഇക്ബാൽ MMV, KU വിജയൻ, SP ഗ്രൂപ്പ് മാനേജർ രാജേഷ് KP, SP ഗ്രൂപ്പിന്റെ ഡയറക്ടർമാരായ നാസിം, നജീം, നദീം, ആദംകുട്ടി, മൊയ്തു എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ ഫെസ്റ്റ് സംഘാടക സമിതി യോഗം കരിവെള്ളൂർ സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഏപ്രിൽ 3 മുതൽ 20 വരെ സംഘടിപ്പിക്കുന്ന കരിവെള്ളൂർ ഫെസ്റ്റിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഗോപാലൻ, C ബാലകൃഷ്ണൻ, K നാരായണൻ, ശശിധരൻ, KE മുകുന്ദൻ, K ശിവകുമാർ, വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, K ശൈലജ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. AV ലേജുവിനെ ചെയർമാനായും K ശൈലജയെ ജനറൽ കൺവീനറായും വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. സബ് കമ്മിറ്റികളെയും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി കരിവെള്ളൂർ ജനഭേരി കടുവ എന്ന തെരുവു നാടകവുമായി എത്തുന്നു. സമകാലിക ഇന്ത്യൻ അവസ്ഥകളെ ബോധ്യപ്പെടുത്തുവാനും നെറുകേടുകൾക്കെതിരെ പ്രതികരിക്കുവാനും കടുവ നാടകം പ്രചോദനമാകുമെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു.
വ്യക്തമായ രാഷ്ട്രീയ ബോധം ഉയർത്തിപ്പിടിക്കുകയാണ് കരിവെള്ളൂർ ജനഭേരിയുടെ കടുവ എന്ന തെരുവ് നാടകം. മതവർഗീയതയെയും ദേശവിരുദ്ധ ശക്തികളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യൻ ഭരണകൂട തന്ത്രങ്ങൾക്കെതിരെ ജനാധിപത്യ മതേതര കാഴ്ചപ്പാടും ഭരണഘടനാ മൂല്യങ്ങളും ദേശീയതയും ഉയർത്തിപ്പിടിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ശക്തമായ പ്രമേയമാണ് കരിവെള്ളൂർ നാടക സംഘമായ കടുവ എന്ന തെരുവ് നാടകം ഉയർത്തിപ്പിടിക്കുന്നത്. ഇന്ത്യയിലെ മിക്ക ഗ്രാമങ്ങളും വിഭാഗീയ വിഘടന പ്രവർത്തനങ്ങളുടെയും മതഭ്രാന്തിന്റെയും ചാവുനിലങ്ങളാകുമ്പോൾ നമ്മുടെ കേരളത്തിൽ അത്തരം ദുരന്തങ്ങൾ കടന്നുവരാതിരിക്കാൻ നാം നാടിന് കാവലാളാകണമെന്ന് കടുവ നാടകം ഉദ്ഘോഷിക്കുന്നു. കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ പാടെ നിഷേധിച്ചും ദുരിതാശ്വാസ ഫണ്ടുകളും വികസനക്ഷേമ പദ്ധതികൾ അനുവദിക്കാതെയും ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര അവഗണനയ്ക്കെതിരെയും നാടകം ശക്തമായി പ്രതികരിക്കുന്നു. നിങ്ങൾക്കറിയോ, ഈ രാജ്യത്തിന്റെ അഴുക്കും മാലിന്യവും വൃത്തിയാക്കാൻ ഒരു വയോധികൻ വർഷങ്ങൾക്ക് മുമ്പേ ഈ രാജ്യത്തിന്റെ തെരുവിലേക്ക് ഇറങ്ങിയതാ. കരിവെള്ളൂർ രണബേരി അവതരിപ്പിക്കുന്ന നാടകമാണ് കടുവ. സമകാലിക ഇന്ത്യൻ അവസ്ഥയുടെ മതവർഗീയതയുടെ ഇന്നത്തെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ രംഗത്ത് അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാടകത്തിലൂടെ മതവർഗീയതയ്ക്കെതിരെ ദേശീയതയ്ക്കെതിരെ ഇന്ന് സമരം ചെയ്യുന്ന ദേശീയതയ്ക്കെതിരെയുള്ള അധികാരികളുടെ ഈ കൊടും നടപടികൾക്കെതിരെയുള്ളൊരു സമരായുധമാണ് ഈ തെരുവ് നാടകം. അഭിനേതാക്കൾ അഭിനയത്തിന്റെ പുതിയ മാനങ്ങൾ തേടുമ്പോൾ നാടകം കാണികളുടെ ഉള്ളുലയ്ക്കുമെന്ന കാര്യം തീർച്ചയാണ്. KV ലക്ഷ്മണൻ രചനയും വിനോദ് പി കാനായി സംവിധാനവും മനു പയ്യന്നൂർ സംഗീത സംവിധാനവും നിർവഹിച്ച നാടകത്തിൽ ദേവദാസൻ വെള്ളൂർ, CK ഉണ്ണികൃഷ്ണൻ വെള്ളൂർ, ബിജു കൊടക്കാട്, അനൂപ് കൊടക്കാട്, നാരായണൻ പെരളം, രാജഗോപാലൻ കരിവെള്ളൂർ, നിഷാദ് നിലാവ് എന്നിവർ അഭിനയിക്കുന്നു. സമകാലിക ഇന്ത്യൻ അവസ്ഥകളെ ബോധ്യപ്പെടുത്താനും നെറികേടുകൾക്കെതിരെ പ്രതികരിക്കാനും കടുവ നാടകം പ്രചോദനമാകുമെന്ന് രചയിതാവ് KV ലക്ഷ്മണനും സംവിധായകൻ വിനോദ് പി കാനായിയും അവകാശപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം പരിധിയിലുള്ള പാണച്ചിറ ജനകീയ ആരോഗ്യ കേന്ദ്രം കെട്ടിട ഉദ്ഘാടനം കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. പ്രാർത്ഥന നിർവഹിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലെ 7, 8, 9 വാർഡുകളിൽ ആരോഗ്യ കുടുംബക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് സ്വന്തം കെട്ടിടത്തിന്റെ അഭാവം വളരെയേറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. പാണച്ചിറയിൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമായി പുതിയ കെട്ടിടം നിലവിൽ വന്നതോടെ കുട്ടികൾക്കുള്ള രോഗപ്രതിരോധ കുത്തിവയ്പ്, ജീവിതശൈലി രോഗ നിയന്ത്രണ ക്ലിനിക്ക്, ഗർഭിണികൾക്കും കുട്ടികൾക്കും കൗമാരപ്രായക്കാർക്കും പാലിയേറ്റീവ് കിടപ്പ് രോഗികൾക്കുമുള്ള സേവനങ്ങൾ എന്നിവ സൗകര്യപ്രദമായ രീതിയിൽ ലഭ്യമാകും. ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറിയിലാണ് ഈ സബ് സെന്റർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 1-ാം വാർഡില് 1, 2 വാർഡിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സബ് സെന്റർ വളരെ വേഗത്തിൽ തന്നെ അതും പണി പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അതിന്റെ ഉദ്ഘാടനവും നടക്കുന്നതായിരിക്കും. പിന്നെ ഉള്ളത് നമ്മുടെ ഹൈസ്കൂളിനടുത്ത് മെയിനായിട്ടുള്ള നമ്മുടെ സബ് സെന്റർ ആണ്. അതിന്റെ പണിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ബാക്കി 2 ഇടങ്ങളിലാണ് നമുക്ക് സബ് സെന്ററിന്റെ സ്ഥലം ഇല്ലാതിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാംസ്കാരിക നിലയത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പുതിയ വിളക്കരയുള്ള സബ് സെന്റർ. അതിനും നിലവിൽ നമുക്ക് സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലഭിക്കുകയാണെങ്കിൽ നമുക്ക് അതും എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചാൽ 5 സബ് സെന്ററിനും നമുക്ക് താൽക്കാലികമായിട്ടുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് പാണച്ചിറ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യമേളയും സംഘടിപ്പിച്ചു. ആരോഗ്യമാനന്ദം ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ, ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയായ നിക്ഷയ് ശിവിർ ക്യാമ്പയിൻ, ജീവിതശൈലി രോഗനിയന്ത്രണ ക്ലിനിക് എന്നിവ സംഘടിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് M. ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ K. ശോഭ, P. കരുണാകരൻ മാസ്റ്റർ, K. സുമയ്യ, T. സൈബുനിസ, ഡോക്ടർ ഷീബ നായർ, അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാർ, ആശാപ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതസേന പ്രവർത്തകർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ തെരു മഠപ്പള്ളി സോമേശ്വരി ക്ഷേത്രത്തിൽ ശിവരാത്രി ദിനത്തിൽ സർവൈശ്വര്യ വിളക്കുപൂജ നടന്നു. 70ഓളം സ്ത്രീകൾ പങ്കുകൊണ്ടു.
കരിവെള്ളൂർ തെരു മഠപ്പള്ളി സോമേശ്വരി ക്ഷേത്രത്തിൽ ശിവരാത്രി ദിനത്തിൽ സർവേശ്വര വിളക്കുപൂജ നടന്നു. ക്ഷേത്രം വനിതാ കമ്മിറ്റിയാണ് വിളക്കുപൂജയ്ക്ക് നേതൃത്വം നൽകിയത്. കുന്നത്തിലത്ത് ജയകൃഷ്ണൻ നമ്പൂതിരി, നരിക്കോട് മേക്കാട് ഹരിനാരായണൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രമുറ്റത്ത് നടന്ന വിളക്കുപൂജയിൽ 70ഓളം സ്ത്രീകൾ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ടങ്കാളി കാരളി ശ്രീ ഭദ്രകാളി ക്ഷേത്രം ശിവരാത്രി മഹോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. വിശേഷാൽ പൂജകളും തുടർന്ന് നൃത്ത പരിപാടികളും അരങ്ങേറി. കണ്ടങ്കാളി കാരളി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. വിശേഷാൽ പൂജകൾ, ദീപാരാധന, പാനക വിതരണം, ചുറ്റുവിളക്ക്, നിറമാല തുടങ്ങിയവയും ഭജന, തിരുവാതിര, ശിവദം, നൃത്താർച്ചന തുടങ്ങിയ പരിപാടികളും അരങ്ങേറി. കണ്ടങ്കാളി കാരളി ശ്രീ ഭദ്രകാളി ക്ഷേത്രം പ്രതിഷ്ഠാദിന ആരാധനാ മഹോത്സവം 2025 ഏപ്രിൽ 20 മുതൽ 23 വരെ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഫെബ്രുവരി 27 ആരംഭിച്ച കണ്ടങ്കാളി ശ്രീ പൂന്തുരുത്തി ഊർപ്പഴശ്ശി വേട്ടക്കുരുമകൻ ക്ഷേത്രം കളിയാട്ട മഹോത്സവം മാർച്ച് 2 സമാപിക്കും. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഊർപ്പഴശ്ശി ദൈവത്തിന്റെ പുറപ്പാടും ഉച്ചയ്ക്ക് 3 മണിക്ക് വേട്ടക്കുരുമകൻ ദൈവത്തിന്റെ പുറപ്പാടും നടക്കും. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 13ാം വാർഡിൽ വിളയാങ്കോട് പ്രദേശത്ത് കളിസ്ഥലം അനുവദിക്കണമെന്ന് സർഗാത്മക വേദിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടൽ മണൽ ഖനനത്തിനെതിരെ പ്രതിഷേധമുയർത്തി വിവിധ സംഘടനകളുടെ ഏകോപന സമിതി നടത്തിയ തീരദേശ ഹർത്താൽ മത്സ്യവ്യാപാര മേഖലയെ നിശ്ചലമാക്കി. ചെറുവത്തൂർ, മടക്കര ഉൾപ്പെടെ കാസർഗോഡ് ജില്ലയിലെ തുറമുഖങ്ങളും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളും ഹർത്താലിനെ തുടർന്ന് അടഞ്ഞുകിടന്നു. പഴയങ്ങാടി മുട്ടുകണ്ടി പുഴയോരത്ത് നിന്ന് പഞ്ചായത്ത് അധികൃതർ JCB ഉപയോഗിച്ച് പിഴുതുമാറ്റിയ കണ്ടൽക്കാടുകൾ പുഴയിൽ തന്നെ തള്ളിയത് മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതം സൃഷ്ടിക്കുന്നു. അടിയന്തിരമായി ഇവ മാറ്റണമെന്ന ആവശ്യവുമായി മത്സ്യത്തൊഴിലാളികൾ രംഗത്ത്. ചീമേനി തുറന്ന ജയിൽ വളപ്പിൽ പലയിടത്തും കമ്പിവേലികൾ തകർന്ന് സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമാകുന്നു. ജയിലിൽ നിന്ന് പുറത്തു കടക്കുവാനും ജയിൽ വളപ്പിലേക്ക് കയറുവാനും എളുപ്പത്തിൽ സാധിക്കുന്ന നിലയിലാണ് ജയിലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഓട്ടിസം ബാധിതരായ വിദ്യാർത്ഥികൾക്കായി ഓട്ടിസം പാർക്ക് നിർമ്മിച്ചു നൽകി. പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1978-79 SSLC ബാച്ച് കൂട്ടായ്മയായ ഓട്ടോഗ്രാഫാണ് പാർക്ക് നിർമ്മിച്ചു നൽകിയത്. ടി മധുസൂദൻ MLA പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.